ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ നോക്കാൻ പോകുന്നത് USS പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സാമൂഹ്യശാസ്ത്രമാണ്. നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം നോക്കാം. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പ്രശസ്തമായ ഒരു കൃതിയിലെ ഭാഗമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കൃതിയുടെ പേരെന്താണ്? അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കോനേറി വാഴും കുറുകായ് പിറപ്പേനെ തിരുവേങ്കട ചുനയിൽ മീനായി പിറക്കും വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും വേങ്കടമലമേൽ തമ്പഹമായി കോയിലിൽ വാസലിൽ പടിയായി കിടന്തും എന്ന ഈ ഒരു ഭാഗം ഏത് കൃതിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ഇത് എഴുതിയത് കുലശേഖര ആഴ്വാറാണ്. അപ്പോൾ പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലാണ് ഈ ഒരു ഭാഗം ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തകവികളിൽ ശിവഭക്തർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവഭക്തർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നായനാർമാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ അടങ്ങിയ പദസൂര്യനാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇതിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം. അപ്പോൾ പദസൂര്യൻ നമുക്കൊന്ന് നോക്കാം. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, അതുപോലെ തന്നെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന, ഇതൊക്കെയാണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഇവിടെ തന്നിട്ടുള്ള പ്രത്യേകതകൾ. മറ്റ് പ്രത്യേകത എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്. മറ്റൊരു പ്രത്യേകതയാണ് സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണത് അല്ലേ, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. നാലാമത്തെ ചോദ്യം നോക്കാം. 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയുടെ ചിത്രമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഈ ചർച്ചാവേദിയുടെ പേരെന്താണ്? 12-ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദി ഏതായിരുന്നു? അനുഭവ മണ്ഡപം. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്ത ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരെന്താണ്? എന്തൊക്കെയാണ് ചോദ്യം ചെയ്തത്? ബ്രാഹ്മണന്മാരുടെ മേധാവിത്വത്തെയും അതുപോലെ വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്ത പ്രസ്ഥാനമായിരുന്നു വീരശൈവ പ്രസ്ഥാനം. ഓക്കെ, ആറാമത്തെ ചോദ്യം നോക്കാം. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്ന ഒരു വ്യക്തിയുടെ വരികളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആ വ്യക്തി ആരാണ്? അപ്പം നമുക്ക് ആ വരികളൊന്ന് വായിച്ചു നോക്കാം. അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. പൊന്നുരുക്കി പണിതതാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പദങ്ങളിൽ മാത്രമാണ് വൈജാത്യങ്ങൾ, വ്യത്യാസങ്ങളുള്ളത്. ദൈവം എന്ന് പറയുന്നത് ഒന്നാണെന്നാണ് ഈ ഒരു വരിയുടെ അർത്ഥം. അപ്പോൾ ഇത് പറഞ്ഞ വ്യക്തി ആരാണ്? കബീറാണ് കേട്ടോ. കബീർ 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ. ഏഴാം ചോദ്യം നോക്കാം. പ്രസിദ്ധമായ നിരവധി കൃഷ്ണ ഭജനുകൾ രചിച്ച രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയുടെ പേരെന്ത്? നിരവധി കൃഷ്ണ ഭജനുകളാണ് രചിച്ചത് അല്ലേ. കൃഷ്ണ ഭജനുകൾ രചിച്ച ചിത്തോറിലാണ്, രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരി ആരായിരുന്നു? മീരാഭായ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടതാണ് കൃഷ്ണ ഭജനുകൾ. കൃഷ്ണനെ കുറിച്ചിട്ടുള്ള കവിതകൾ, ചെറിയ കവിതകളാണ് മീരാഭായ് രചിച്ചത്. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെട്ടത്? സൂഫിസം എന്ന പേരിലാണ്. സൂഫിസം.
ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലി ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഖവ്വാലികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഖവ്വാലികൾ. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും രേഖപ്പെടുത്തിയ പട്ടികയാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇതിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ 1ാമത്തെ കളിയിൽ സൂഫി വര്യന്മാരുടെ പേരുകൾ തന്നിട്ടുണ്ട്, പിന്നീട് അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ തന്നിട്ടുണ്ട്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി, പ്രദേശം സിൽഹറ്റാണ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഏത് പ്രദേശത്താണെന്ന് അറിയില്ല, അത് ഡൽഹിയാണ് കേട്ടോ, ഡൽഹി. അതേപോലെ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി ഏത് പ്രദേശത്താണ്? അജ്മീർ. ഈ പട്ടിക നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 11ാമത്തെ ചോദ്യം നോക്കാം. ഹിന്ദി ഭാഷയിൽ പത്മാവത് എന്ന കൃതി രചിച്ചത് ആരാണ്? മാലിക് മുഹമ്മദ് ജെയ്സിയാണ് പത്മാവത് എന്ന കൃതി രചിച്ചത്. 12ാമത്തെ ചോദ്യം നോക്കാം. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന സൂഫി ഗുരുക്കന്മാർ പീർ എന്നറിയപ്പെട്ടപ്പോൾ അവരുടെ അനുയായികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മുരീദ് എന്ന പേരിലാണ് അവരുടെ അനുയായികൾ അറിയപ്പെട്ടിരുന്നത്. 13ാം ചോദ്യം നോക്കാം. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായ വനിതയുടെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഈ വ്യക്തിയെ തിരിച്ചറിയുക. അപ്പോൾ ഈ ചിത്രത്തിൽ ആരെയാണ് തന്നിട്ടുള്ളത്? അക്ക മഹാദേവിയാണ് കേട്ടോ. അക്ക മഹാദേവി സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായ വനിതയാണ് അക്ക മഹാദേവി. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ഇപ്പോൾ ബൈ.